ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവർ എന്നൊക്കെ പറയാം കേട്ടോ. അതുപോലെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും ഇതിലില്ല. ആദ്യം കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് മൊത്തത്തിലൊരു ക്ലീനിങ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചെയ്യാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് എന്നത് ഈ ഒരു സംഭവം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ, ഷൂവിൻ്റെ ബോക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിന് ഞാൻ ചാനലിലും ഒന്നും ഇത് ഉണ്ടാക്കുന്നതൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നിട്ടില്ല കേട്ടോ. അപ്പം അതായിരുന്നു ഉണ്ടായിരുന്നത് ഫസ്റ്റ് തന്നെ. അതിൽ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനെല്ലാം പുറത്തേക്ക് വെക്കുന്നുണ്ട്. പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോന്നിൻ്റെ സ്ഥലത്താക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയാണ് വെക്കുന്നതെന്നും അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളും എല്ലാതും ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ചളിയായിട്ടൊക്കെ ഒരു പഴയ ലുക്കായിട്ടുണ്ട് സംഭവത്തിന്. പക്ഷേ ഇത് നമുക്ക് പഴയ ലുക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് വരുമ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കിയൊരു ഓർഗനൈസറാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നല്ല യൂസ്ഫുള്ളാട്ടോ ഇത്. നല്ല യൂസ്ഫുൾ വെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ്. ഈസിയാണ്. ചെരുപ്പിൻ്റെ ബോക്സ്, ഷൂവിൻ്റെ ബോക്സ് 2 പീസാക്കുക. അതിനുശേഷം ആ ബാക്കി വരുന്ന പീസുകളൊക്കെ ഇതുപോലൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കുക. ഞാൻ ഫ്ലെക്സ് കുക്ക് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ ഇതുപോലെ ഇതിലുണ്ടായിരുന്ന സാധനങ്ങൾ ഇനിയും ഉണ്ട്. കുറേ സാധനങ്ങൾ ഇനി ടേബിളിൽ വെക്കാനായിട്ടുണ്ട്. അതെല്ലാ സാധനങ്ങളും എടുത്തു കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് വെക്കാം. ഓക്കെ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഒക്കെ നമുക്ക് ഇനി ക്ലീൻ ചെയ്ത് ഒതുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഇത്തിരി ഉണ്ണികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അവരുള്ളത് കൊണ്ട് നമുക്ക് ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. കുട്ടികളല്ല, അവരെടുത്ത് കളിക്കും. അപ്പോൾ അതുകൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ടാണ് അവരും കൂടി പോയിട്ട് ഞാൻ ഒതുക്കണത് കേട്ടോ. പിന്നെ അവരെടുത്ത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റിന് ഞാൻ ഇതേപോലെ ഈ ഒരു സംഭവം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പെൻ ഹോൾഡറാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെതും ഞാൻ ചാനലിൽ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഞാൻ അപ്പോൾ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, അതിന് ഞാൻ ഇത്തിരി പെന്നുകളാണ് ഇട്ടിട്ട് വെക്കുന്നത്. റെഡ് പെന്നും അങ്ങനത്തെ കുറച്ച് പെന്നുകളുണ്ട്. നമുക്ക് അതിൽ അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളും പിന്നെ ഈ ഒരു കത്രിക അത്ര വലിയ മൂർച്ചയില്ല, ഞാൻ ജസ്റ്റ് വെച്ച് കൊടുത്തു. പിന്നെ ഇത് നമുക്ക് ട്രാൻസ്പാരൻറ്റ് പൗച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വാങ്ങിച്ചിട്ട് വേണം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പെന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വലിയ സംഭവം, ഇങ്ങനത്തെ വലിയ മറ്റേ കട്ടറാണ് കേട്ടോ. അത് മറ്റേ കട്ടറാണ്. ഇത്തിരി തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. വാങ്ങിക്കണം പുതിയത് ഒരെണ്ണം. 50 റുപ്പീസേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സംഭവത്തിന് 50 റുപ്പീസാണ്. സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോഴും നന്നായിട്ട് യൂസ് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഒക്കെയാണുള്ളത്. പിന്നെ ഐസ്ക്രീം സ്റ്റിക്സ് ഒക്കെ. അതെൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ ബോക്സിലെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഐസ്ക്രീം സ്റ്റിക്സ് അതിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഐസ്ക്രീം സ്റ്റിക്സ് ഇതുപോലൊക്കെ എടുത്ത് വെക്കും കേട്ടോ. നമുക്ക് ഇതുപോലെ ചെറിയ നമ്മളിപ്പോൾ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് കാലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ മൂടിയാണ് കേട്ടോ. അത് ഞാൻ അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഇച്ചിരി കൂടി ഹൈറ്റിൽ വരും. പിന്നെ ഇത് ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, ഇനിയിപ്പോൾ നമുക്ക് ഞാനിതുപോലത്തെ പശയും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുപ്പി പോലത്തെ സംഭവങ്ങളൊക്കെ ഒരു സ്ഥലത്താട്ടോ ഞാൻ വെക്കുക. അത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇതൊരു വൈറ്റ്നറാണ് കേട്ടോ. 50 റുപ്പീസാണ്. നമ്മുടെ അടുത്തൊരു മാർജിൻ ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അതിന് ഞാൻ വാങ്ങിച്ചതാണ്. അവിടെ നല്ല ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും ഓഫർ ഇടും. പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ വീണ്ടും അവർ ഓഫർ ഇടും. അങ്ങനെയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. നല്ല രസമുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഒരു ബാഗ് പോലത്തെ സംഭവമാണ്. നമുക്ക് ഒരെണ്ണമായിട്ടും കിട്ടും. ഇതൊരു പിങ്കും അല്ല, ഒരു പർപ്പിളും അല്ല, ഒരു ഷെയ്ഡിൽ ലാവൻഡറുള്ള അങ്ങനത്തെ ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷെ അത്ര വലിയ യൂസൊന്നും ഇല്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യും, ഇടയ്ക്കൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. പിന്നെ വൈറ്റ്നർ ഉണ്ട് നമുക്ക് ഇവിടേക്കൊക്കെ. പിന്നെ നമ്മുടെ ഗ്ലൂ ആണ് കേട്ടോ. ഗ്ലൂ ആണ് ഞാൻ തിരയുന്നത്. എവിടേക്കൊക്കെയോ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരയുമ്പോൾ കിട്ടുള്ളൂ. ഇപ്പം എന്തായാലും ഇവിടെ കാണുന്നില്ല.
എനിക്ക് ഈ ഒതുക്കി വെക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. കുറേ വ്യൂസ് ഉണ്ട്, പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക, ലൈക്കും ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും മറക്കരുത് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാം കേട്ടോ. പിന്നെ അതേ ഞാനിത് ഈ ഒരു കള്ളിയിൽ അതൊക്കെ വെച്ച് കൊടുത്തു. പിന്നത്തെ കള്ളിയിൽ ഒരു കവറുണ്ട് കേട്ടോ. ആ കവറിൽ സ്കെച്ചും കളർ പെൻസിൽസൊക്കെയാണ് കേട്ടോ. അത് ഞാൻ എങ്ങനെ കെട്ടി വെച്ചതല്ല, കുട്ടികളെടുത്തപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അത് നമുക്ക് ശരിയാക്കാം. അങ്ങനെ ഇതുപോലെ നമ്മൾ സിസറും വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഇതുപോലെ കളർ പെൻസിൽസും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതവിടെ അങ്ങനെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കളർ പെൻസിൽസും ഇത്തിരി സ്കെച്ചസും ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതുപോലെ പശയുടെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഭാഗമുണ്ട്, ഇത് വെച്ചിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടുപിടിച്ചല്ല, ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് അപ്പോൾ ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചാട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കുറേ ഐറ്റംസ് ഉണ്ട്, മാലയുടെ ലോക്കേറ്റും ഇത് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇട്ട് വയ്ക്കും. അതാകുമ്പോൾ പിന്നെ നമുക്ക് അത്രയും സ്ഥലം ലാഭിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ കുട്ടി സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ എടുത്ത് വെക്കും. അങ്ങനെ ഇതിൽ കുറച്ച് പിൻസും അതുപോലെ തന്നെ വേറെ കുട്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതുപോലെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇതുപോലത്തെ ഒരു ഇതാണ് കേട്ടോ, ടാപ്പ്, ഡബിൾ സൈഡ് ടാപ്പാട്ട്. ഇതിന് വന്നിട്ട് ഞാൻ ഇതും മാർജിൻ ഫ്രീ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം ഇത്തിരി കട്ടിയുള്ളതാണ് കേട്ടോ. 30 റുപ്പീസിനാണ് മാർജിൻ ഫ്രീ പ്രൈസിന്. എനിക്ക് 30 റുപ്പീസിനാണ് കിട്ടിയിട്ടുള്ളത്. 40 റുപ്പീസിനാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എനിക്കറിയില്ല, ഇതിൻ്റെ പുറത്തുനിന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട്. ഞാൻ ആമസോണിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സംഭവത്തിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം കുറേ ഉള്ളതൊക്കെ നല്ല റേറ്റിൽ വരുന്നുണ്ട്. എന്തായാലും അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും അവിടെയാണ് വെക്കല്. പിന്നെ ഇതുപോലത്തെ ഇങ്ങനത്തെ ടേപ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ടേപ്പുകളുണ്ട് കേട്ടോ, സെലോ ടേപ്പ്. പിന്നെ എന്നിട്ട് ഇതുപോലത്തെ ഒരു കപ്പ് സംഭവം കേട്ടോ. ഇത് എനിക്ക് കുറേ മുമ്പിന് ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കിട്ടിയാണ്ട്. അത് ഇങ്ങനെയായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു ചെടി എന്നിട്ട് ലൈറ്റൊക്കെ കത്തുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് പാത്രമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളും അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടില്ല, അതൊക്കെ ഞാൻ വയ്ക്കും. അങ്ങനെ കേട്ടോ ഞാൻ അത് ചെയ്യൽ. ഇതൊരു കുഞ്ഞ് പെൻസിലുണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. പിന്നെ ഇതുപോലെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു കീച്ചെയിനൊക്കെ പോലത്തെ ഒരു സംഭവം. അത് ഞാനിത് ഈ ഒരു കള്ളി വെച്ച് കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞു കത്രിക ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ ഇതുപോലെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഞാൻ സ്റ്റീലിൻ്റെ കിച്ചൺ സെറ്റ് കുറച്ച് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ സംഭവം ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. എന്തായാലും ഞാൻ സ്റ്റീലിൻ്റെ ഒരു കുറച്ച് കിച്ചൺ സെറ്റ് വാങ്ങിക്കുന്നുണ്ട്, ശേഷം സ്മോളായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതിങ്ങനെ ഫുള്ളാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഈ ഒരു കള്ളിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് വെച്ച് കൊടുത്തു. ശേഷം പിന്നെ ഇത് നമ്മുടെ ഗ്ലിറ്ററാണ് കേട്ടോ. എനിക്ക് തുമ്പൽ അലർജി ഉള്ളത് കൊണ്ട് തന്നെ ഇത് തുമ്പും എനിക്ക് പെട്ടെന്ന്. ഇന്നെന്താണ് ആ ഒരു പുതുമ, കറണ്ട് പോയി വന്ന് കളിക്കും കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ ഗ്ലിറ്റർ വന്നിട്ട്. അപ്പോൾ പാറാൻ നല്ല സാധ്യത ഉണ്ട്, ഇങ്ങനെ മണലും ഉണ്ടാവും ഇതിൽ, അങ്ങനത്തെ ഗ്ലിറ്റർ ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിതുപോലെ പേപ്പറിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് സെലോ ടേപ്പ് വെച്ചിട്ട് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് സെക്യൂർ ആക്കിയിട്ട് എടുത്ത് വെക്കാം. കാരണം എനിക്ക് അങ്ങനെ ആവശ്യമില്ല ഈ സംഭവം, പിന്നെ എപ്പോഴേലൊക്കെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ബാക്കിലുള്ള ഇവിടെയുള്ള കള്ളിയിൽ നമുക്ക് സ്കെച്ചസ് വെക്കണം. അപ്പോൾ സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ നടുവിൽ പ്രസ് ചെയ്തിട്ട് വലിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെച്ച്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്കെച്ചസ് നമ്മുടെ ഈ ഒരു ബാഗിലുണ്ട് കേട്ടോ. ഒത്തിരി സാധനങ്ങളുണ്ട്, അതുപോലെ കവറിലാക്കിയിട്ട് ഇതുപോലെ വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഇതെൻ്റെ വേറൊരു കളർ പെൻസിൽസാണ് കേട്ടോ വന്നിട്ടതേ. ഇത് കാണിച്ചു തന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതുപോലെ ഒത്തിരി കളേഴ്സുള്ളൊരു കളർ പെൻസിൽസാണ്. ഇത് ഞാനങ്ങനെ യൂസ് ചെയ്യലില്ല, കാരണം കളർ പെൻസിൽസിന് അങ്ങനെ ആവശ്യം ഞാനങ്ങനെ സ്കെച്ചസാണ് ഇപ്പോൾ കൂടുതൽ ന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഇത് വലിയ ഡിപ്പുള്ള, മറ്റേത് ചെറിയ ഡിപ്പുള്ളതാണ് കേട്ടോ. ഞാൻ വലുതും യൂസ് ചെയ്യും, ചെറുതും യൂസ് ചെയ്യും കേട്ടോ. ഇത് മറ്റേതിൻ്റെ ഇതിൻ്റെ കേട്ടോ. അത് നമുക്ക് യൂസായിട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇത്തമാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൽ നമുക്കിഷ്ടമുള്ളതേ ഞാനൊരു പിങ്കും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയ കളേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിതുപോലെ ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ അത്ര കണ്ട് കൊള്ളില്ല, ഇത്തിരി കൊള്ളത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ എടുക്കുള്ളൂ. ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ഇതില്ല കേട്ടോ. ഗ്രീന് ഇതും വേണം. അങ്ങനെ കുറച്ച് കളേഴ്സ് നമുക്ക് അത്യാവശ്യമുള്ള നമുക്ക് വേണ്ടിയ കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കളേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നിറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തിരി കളേഴ്സ് കൂടി എല്ലാം ഒന്നും ആഡ് ചെയ്തില്ല, മറന്നുപോയി. അപ്പോൾ നമുക്ക് ഗ്രേയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അവിടെ ഫില്ലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. റെഡ് ഉണ്ട് ഇതിലത്തത്, കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റെഡ് വെക്കാത്തത് കേട്ടോ. കാരണം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ റെഡ് വെറുതെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതൊരു മാർക്കർ ടൈപ്പ് പെൻ സ്കെച്ചസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ട് കേട്ടോ സ്ഥലം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി കൂടി വെച്ച് കൊടുക്കാം വിചാരിച്ചു. അങ്ങനെ നമുക്ക് വേണ്ടിയ കളേഴ്സ് ഒക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തെക്കിയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഇനി വയ്ക്കാൻ പറ്റില്ല, അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതുപോലെ ഇത്രയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇത്രയും സ്കെച്ചസ് ഇനിയേ ഉള്ളൂ. ഇത് ടോട്ടൽ വന്നിട്ട് എത്ര സ്കെച്ച് ഉണ്ട്? 24 സ്കെച്ച് അങ്ങനെ എന്തോ ഉണ്ട്. ഇത് 24 സ്കെച്ചസ് അങ്ങനെ വാട്ടർ കളർ പെന്നാണ് കേട്ടോ. ഇത് ഗൾഫിലത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുടുങ്ങിപ്പോയി, ഫ്ലവർ അവിടെ കുടുങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെടുത്ത് വെക്കാം. ശേഷം ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം കേട്ടോ. നമുക്ക് ഇതിലൊക്കെ ഒത്തിരി സാധനങ്ങൾ അവിടെ വെക്കാനായിട്ടുള്ളതുണ്ട്. സോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മൾ എല്ലാതും കൂടി നമുക്ക് ഇവിടെ വെക്കാന്ന് പറഞ്ഞാൽ നടക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇത് നമ്മുടെ ടിഷ്യൂടെ എനിക്ക് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ടിഷ്യൂവിൻ്റെ ആ മുകളിലത്തെ ഭാഗമാക്കിയിട്ട് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ എന്തെങ്കിലും ഒരു ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഓർഗനൈസറായിട്ട് നമുക്ക് സ്റ്റിക്കർ കളക്ഷനൊക്കെ തുടങ്ങണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് പഞ്ഞി ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലമില്ല. ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോക്സിലായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഫുൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറൊരു ഇതിലേക്ക് ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തു. ഇവിടെയൊക്കെ ഇങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ അവിടെ ഞാൻ ഒട്ടിച്ചു കൊടുത്താണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള കളേഴ്സിലുള്ളതും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് ഉണ്ട്. ഇതെന്തായാലും ഇനിയിപ്പോൾ നമ്മൾ സ്ക്വിഷീസൊക്കെ കുറേ ഉണ്ടാക്കാൻ നമുക്ക് ആസ്മ പാക്കിങ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സ്ക്വിഷീസൊക്കെ കുറേ ഉണ്ടാക്കിയിട്ട് വെക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് ഞാൻ ഇന്നലെ ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ്. ഞങ്ങളുടെ അടുത്തുള്ളൊരു ചെറിയൊരു കട ഉണ്ട്. അവിടെ 1 രൂപയ്ക്ക് പേപ്പർ കപ്സിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ചധികം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ഇപ്പോഴാണ് പേപ്പർ കപ്സ് വെച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഈ ക്യാൻഡി ഡിസ്പെൻസർ അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ നമ്മുടെ ഡസ്റ്റ്ബിൻ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇതുപോലെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഒരു 5 റുപ്പീസിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിലിതുപോലെ മുത്തും അതുപോലെ തന്നെ ബട്ടർഫ്ലൈയും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഈ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടുള്ള കള്ളിയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു പോക്കിമോൻ എന്താ പറയില്ലേ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. 2 എണ്ണം ഉണ്ട് കേട്ടോ എൻ്റെ ടോട്ടൽ.
ഇത് പിന്നെ നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ ഇത് മുത്തുകൾ ഇച്ചിരി ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഇതിൽ ഒട്ടിച്ച സംഭവമായിരുന്നു കേട്ടോ, പോയിട്ടുണ്ടായിരുന്നു. ചെറിയ മറ്റേ സംഭവത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറേ ഐറ്റംസ് നമ്മളെടുത്ത് ഇട്ടുണ്ട്. ഇതൊക്കെ പിന്നെ നമ്മുടെ മറ്റേ പെൻസിലുണ്ട്. ഞാൻ ഒന്നുപോലും കളയില്ല, ഒക്കെ എനിക്ക് സൂക്ഷിച്ച് വെക്കും. ഞാനൊക്കെ അതിന് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലോ എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ എല്ലാവരും എടുത്ത് വെക്കും. ഇതിപ്പോൾ ഈ മുത്തുകളൊക്കെ ഞാൻ വിചാരിച്ചൊരു പേജ് കയറിയിട്ട് അതിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം എന്നിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതെല്ലാം കൂടിയിട്ട് ഇത് അടിയിൽ കൂടെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇവിടെ ഇതേ മൊത്തത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇളക്കി കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ഒതുക്കി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിത് ഇതിൽ തന്നെ വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു കള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്ത് അതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ ഓർഗനൈസിങ്. ഞാൻ ബാക്കിൽ നമുക്ക് ഇത്തിരി പണിയും കൂടി ഉണ്ട് കേട്ടോ, അത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ബാക്കി പണി നോക്കാം. അപ്പോൾ ഞാൻ ജേണൽ ചെയ്തതൊരു ഞാൻ ആദ്യമായിട്ട് ജേണൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതൊരു കുഞ്ഞ് ജേണലിലാണ് കേട്ടോ. ഇതാണ് എൻ്റെ കുഞ്ഞ് ജേണൽ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് ജേണലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ മൈ ഫാദർ ആൻഡ് മദർ, സിസ്റ്റർ ആൻഡ് ഫ്രണ്ട്, യു ആർ മൈ ബെസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ട് ഫസ്റ്റായിട്ട് ചെയ്ത ജേണലാണ് കേട്ടോ. ഹാപ്പി ആൻഡ് ലവ് എന്ന് എഴുതിയിട്ട് ഇത് നമ്മുടെ ഈ ഒരു ലൗഡ് സ്റ്റിക്കറില്ല അതിൻ്റെ ബാക്കിലത്തെ സംഭവം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്തൊരു സംഭവമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ആക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിവിടെ സ്റ്റിക്കറാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതുപോലെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടമായത് ഇതാണല്ലോ കേട്ടോ. ഇതും അതുപോലെ തന്നെ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ജേണലിൻ്റെ സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ നമ്മുടെ സംഭവം ഓക്കെ ഇതേ ജേണലിൻ്റെ സംഭവം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് റാപ്പിംഗ് പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പേപ്പേഴ്സ് പോലത്തെ അതുപോലെ തന്നെ റാപ്പിംഗ് പോലത്തെ കുഞ്ഞു കുറച്ച് കഷ്ണങ്ങളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതങ്ങോട്ട് ഫുള്ളാക്കാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റാപ്പിംഗ് പേപ്പർ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് ഞാനൊരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആസ് പെർ പാക്കിങ്ങിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാനിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതുണ്ട്. പിന്നെ ഞാനിതുപോലെ സ്റ്റിക്കേഴ്സ് എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഞാൻ ഇതുപോലെ ഷീറ്റിലൊട്ടിച്ചിട്ട് ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലൊട്ടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 3 സ്റ്റിക്കേഴ്സും കൂടി ഉള്ളു, ബാക്കിയൊക്കെ എൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിക്കേഴ്സ് എടുത്ത് വെക്കുന്ന ഈ ഒരു കള്ളിയിൽ നമുക്കൊക്കെ വെക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇവിടെയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി സാധനങ്ങളും കൂടി ഉള്ളു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഞാനുണ്ടാക്കിയ സ്റ്റാമ്പ്സാണ്. ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വർക്കിങ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ റോൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റൗണ്ട് കട്ട് ചെയ്തിട്ട് ചാർട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയുള്ളത്. എന്നിട്ട് ഗിൽറ്റർ ഫോം ഷീറ്റ് തിരിച്ചിട്ട് നമ്മൾ സദാ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതേപോലെ ഐസ്ക്രീമിൻ്റെതും ഫ്ലവറിൻ്റെതും റൗണ്ട് ഷേപ്പും അതുപോലെ തന്നെ ഒരു ലീഫ് ഷേപ്പും സ്റ്റാർ ഷേപ്പും അങ്ങനെ നമ്മളൊരു 6 ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ലവ് ഷേപ്പും എല്ലാ ഷേപ്സും നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഷേപ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യൂട്ട് സ്റ്റാമ്പ്സ് എന്നൊക്കെ എഴുതിയിട്ട് ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നായിരുന്നു. പിന്നെ ഇതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവം പുറത്തോട്ട് മറ്റേ സംഭവമാണ് ഈ സംഭവം. പിന്നെ നമ്മുടെ കട്ടറാണ്. ഈ കട്ടറാണെന്നും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ എല്ലാ ക്രാഫ്റ്റ്സിനും ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവമായിട്ട് അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു സ്റ്റാമ്പ്സൊക്കെ ഈ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് സെറ്റാക്കിയിട്ട് നമുക്കിതൊക്കെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ട് വെക്കാം. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഞാനത് നിറച്ചെല്ലാം അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതും
പിന്നെ ഇത് നല്ല ഭംഗിയുള്ളൊരു സാധനമാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനം. എന്താ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ. ഞാൻ ഇതിൽ വെച്ച് കൊടുത്തു. പിന്നെന്താ പിന്നെ എന്തെങ്കിലും മാസ്ക് ഉണ്ട്, അത് നമുക്ക് ജസ്റ്റ് ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് ഇനി എടുത്ത് വെക്കണം. പേപ്പർ ഗ്ലാസ്സും ഇതൊക്കെ ഞാൻ അടിയത്തെ കള്ളിയിലായിട്ടുണ്ട്. ഞാൻ എല്ലാ ഐറ്റംസും അങ്ങനത്തെ ഐറ്റംസും കാർബോർഡ് പീസുകളും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടോ ഞാൻ വെക്കൽ. അപ്പോൾ പിന്നെ നമുക്കിത് ഒരു കവറ്, വലിയൊരു കവറ് നിറച്ച് കുറേ കാർഡ്ബോർഡ് പീസും ഉണ്ടാക്കിയ ഐറ്റംസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒതുക്കി വെക്കാം. അപ്പോൾ ഇതേ ഒരു സംഭവം ഞാനെടുത്തിട്ട് ഇതേ അടിയത്തെ ഇവിടേക്കാണ് കേട്ടോ കള്ളികളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത്തിരി ഇരുട്ടാണ്, അപ്പോൾ ഞാനിത് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ ഇത്തിരി കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സാധനം വെച്ച് കൊടുത്തു. മാസ്ക് ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, പൊടിയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇതിൽ പിന്നെ എന്തോ ഒരു സാധനം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്, ടാപ്പും അതുപോലെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് പുറത്തേക്ക് എടുത്തിട്ടു, എപ്പോഴോ എടുത്ത് വെച്ച സാധനമാണ് കേട്ടോ ഇത്. പിന്നെ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഡെക്കോർ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഇത് എന്തിനോ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതെ ഇത് ഞാനിതുപോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പിൻ ചെയ്തിട്ടൊക്കെ അങ്ങനെ വെക്കില്ലേ, എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അതാണ് കേട്ടോ. എന്നാലും അത് അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കാണാനില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്കൊന്ന് വയ്ക്കാനുണ്ട് കേട്ടോ. പിന്നെ അതെ നമുക്കിതിൽ വെക്കാം. പക്ഷെ ഇത് മുകളിലേക്ക് വെക്കാം. പക്ഷെ നമുക്കിത് അങ്ങനത്തെ കുറേ പെട്ടികളും കാര്യങ്ങളുടെ ഇത് വെച്ചിട്ട് ഞാനൊരു ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നമുക്കൊരു ഹാമ്പർ ബോക്സിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഹാമ്പർ ബോക്സിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനൊക്കെ റാപ്പിംഗ് പേപ്പറാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത്. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണം. അടുത്ത മാസം ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒതുക്കി ഞാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് കേട്ടോ, ഞാൻ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇതിലാണ് ഇടൽ കൂടുതലും. പിന്നെ ഇത്തിരി കച്ചറൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ അടിച്ച് തുടച്ചത് കൊണ്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചീത്തറിയും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത്. പിന്നെ ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് അവിടെ എടുത്ത് വയ്ക്കാനുള്ളതാണ്. ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി കേട്ടോ, എനിക്ക് ഫ്ലാഷ് ലൈറ്റ് അത്ര അങ്ങനെ ഇഷ്ടമല്ല. ഉണ്ടാട്ടോ ഞാൻ എപ്പോഴും ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഇടാത്ത. അതെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് കേട്ടോ, പല കളറിലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ എടുത്ത് വെച്ചു. പിന്നെ പേപ്പർ ഗ്ലാസ് ഉണ്ട്, ഓക്കെ പേപ്പർ ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ പേപ്പർ ഗ്ലാസ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇതേ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നൊരു കവറുണ്ടായിരുന്നു, അങ്ങനെ പകുതി മുക്കാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഈ ഒരു കവറിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം കേട്ടോ. ഒത്തിരി സാധനങ്ങളുണ്ട്, കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പം ഫസ്റ്റ് വൺ ഈ ഒരു ബോക്സ് ആട്ടോ. ഇതിൽ ഞാൻ ജേർണൽ സപ്ലൈസ് ഇട്ട് വെക്കുന്നതാണ്. ഇനിയിപ്പോൾ ജേർണൽ സപ്ലൈസ് ഞാൻ വേറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. ഇത് ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള വാഷി ടേപ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, വേറെ ഒന്നും പുതിയതായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞാനും അത് ഇതുപോലെ എവിടെ വെച്ചിട്ടുണ്ട്. ശേഷം ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇങ്ങനത്തെ സംഭവം ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ഫ്ലിപ്കാർട്ടിൻ്റെ ഇതാണ് കേട്ടോ. അതിൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടോ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഓരോ സാധനങ്ങൾ നമുക്ക് എടുത്ത് വയ്ക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഒരു ബോക്സ് നമുക്ക് എന്തെങ്കിലും യൂസ് ആവും, അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബോക്സ് പോലും ഞാൻ കളയില്ല കേട്ടോ, അതാണ് എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ക്യൂട്ട് മിററാണ് കേട്ടോ വന്നിട്ട്, ക്യൂട്ടായിട്ടുള്ള മിററാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഇഷ്ടമായിട്ടുള്ള മിററാണ് കേട്ടോ വന്നിട്ട്. മിററാണ്. അപ്പോൾ മിററുണ്ട്. ഈ മിറർ നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് വയ്ക്കണം. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശേഷം
ഇത് നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ട്, കുറേ ഐറ്റംസ് ഇതിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഇനിയും കുറേ സാധനങ്ങളായി ആ കവറിൽ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ കയ്യിൽ വീണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റിക്കി നോട്ട്സ് നമുക്ക് ഇവിടെ വെക്കാം. ഈ ഒരു ഇടയിൽ കുത്തി ചെയ്തിട്ടുണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, സ്റ്റിക്കി നോട്ട്സ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആസ്മറിൻ്റെ സംഭവം ചെയ്യുമ്പോൾ ഞാൻ താങ്ക്സ് കാർഡ് ഇത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ താങ്ക്സോട് അങ്ങനെ കുറേ എഴുതിയിട്ടുള്ള സംഭവം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഗ്രിഡ് പാറ്റേൺസ് വെച്ച് ഞാൻ ചെയ്തപ്പോൾ ബാക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതും അതുപോലെ തന്നെ ഇതേ നമ്മൾ മറ്റേത് ചെയ്തപ്പോൾ ബാക്കി വന്നതാണ് കേട്ടോ ഈ ഒരു 2 പീസുകളും. ഞാൻ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് ആസ്മർ തന്നെ ചെയ്യുമ്പോൾ ആവശ്യം വന്നാലൊന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ഒരു റിബണ്, പിന്നെ ഇതുപോലത്തെ ഒരു പീസ് ഓഫ് ത്രെഡ്, പിന്നെ ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ. പിന്നെ ഇതിൽ ഇതേപോലത്തെ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ കണ്ണും പിന്നെ ഇതിങ്ങനത്തെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സംഭവം കേട്ടോ ഇത്. പിന്നെ ഇതുപോലെ തന്നെ കുറേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുള്ള ഇതുപോലത്തെ സ്ട്രോബെറിയുടേതും അതുപോലെ തന്നെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഗ്രിഡ് പാറ്റേൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. പിന്നെ താങ്ക്സിൻ്റെ ഒരെണ്ണം ഞാൻ ഒന്നിൽ ഒട്ടിച്ചു. ഇതുപോലത്തെ 2 ഐ ആണ് ഇട്ടുള്ളത്. അപ്പോൾ അതുണ്ട്, അല്ല 3 എണ്ണം ഉണ്ടല്ലേ, സോറി 3 എണ്ണം ഉണ്ട്. പിന്നെ അതിന് കിട്ടിയതാണ് ഇത് ഈ ഒരു സംഭവം കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇതിനോ എടുത്തു കൊണ്ടാണ്. പിന്നെ ഇതറിയാലോ എല്ലാവർക്കും ലൈറ്റാണ്, കാണിച്ചു തരാം. ലൈറ്റിൻ്റെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് നമ്മൾ ഇങ്ങോട്ട് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റ് ഇതുപോലെ കത്തും. ബാക്കിൽ നമുക്ക് ഇതുപോലത്തെ പീൽ ചെയ്യാനുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറേ ലാഗ് ആവുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു സ്ഥലത്ത് അടിപൊളിയായിട്ട് ഒതുക്കിയതിന് ശേഷം ബാക്കി സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ, ഇല്ലെങ്കിൽ ലാഗ് ആവും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്ത സംഭവങ്ങൾ എന്തൊക്കെയെന്ന് കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് എന്നത് ഇത് നമ്മളൊരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഇനിയൊരു ഇതുണ്ടാക്കാനായിട്ടുണ്ട്. ഫ്ലവറും തെർമാക്കോൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിന് വേണ്ടി നമുക്ക് ഉണ്ടാക്കാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിലിരുന്നിട്ടൊന്ന് ചെതുങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരെണ്ണം കൂടി ഉണ്ട്, അതൊക്കെ ചപ്പിളി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് ഞാനൊരു ഇതിൻ്റെ ഇങ്ങനത്തെ ഈ സംഭവമില്ലേ, ഇതിനെന്താ പറയുക, ആ ഒരു സംഭവത്തിന് ഞാൻ ബുക്ക് ഹോൾഡറാക്കിയിട്ട് ബുക്ക് ഉണ്ടാക്കുന്ന സംഭവമില്ല, അതാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമായിട്ട് ഇതിലുണ്ടായിരുന്നായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാമ്പ് കേട്ടോ. അപ്പോൾ അതും കിട്ടി. ഞാൻ അതും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി ചീതി വെക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബുക്കിൻ്റെ സംഭവം. ഞാനൊരു ചാനൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ഒത്തിരി പണിയുണ്ട്. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് നിവർത്തട്ടെ. ഇത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഹോൾഡർ ഇരിക്കുന്നത്, ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ബാക്കി പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ എന്തൊക്കെയുള്ളതെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ടിഷ്യൂ ഈ സംഭവമൊക്കെ എനിക്ക് എൻ്റെ ഉമ്മമാരോട് കിട്ടിയതാണല്ലോ ഞാൻ നിൽക്കാൻ പോയപ്പം സ്കൂൾ പൂട്ടിന്. അപ്പം ഇതുപോലെ മറ്റേ സംഭവത്തിൻ്റെ ഇതിൻ്റെ ഈ പുറത്തുള്ള ഭാഗമില്ലേ, അതാണ് കേട്ടോ. ഇതെന്തിനാ യൂസ് ആവുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും യൂസ് ആയാലും വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബോക്സിൽ ഞാനൊരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ലൈറ്റിൻ്റെ സംഭവം കേട്ടോ. ഡസ്റ്റ്ബിൻ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഉമ്മാണ്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതേ ഈ ഒരു കവർ നോക്കിയാൽ മനസ്സിലാവും കുറേ ഐറ്റംസ് ഉണ്ട്. അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഐറ്റംസാണ് കേട്ടോ ഇതിലേക്ക് എടുക്കുന്നത് മൊത്തം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊരെണ്ണം മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ അതിങ്ങനെ നിവർത്താൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു പീസാണ് കേട്ടോ. ഈ ഒരു മുകളിലത്തെ ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പീസാണ് അവിടെ ഉള്ളത്. പിന്നെ വന്നിട്ട് നമ്മുടെ മെയിൻ സംഭവം പോപ്പിറ്റ്. ഈ പോപ്പിറ്റിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഞാൻ മെയിൻ സ്ഥലമാണ് അവിടെ, അതിൽ വെച്ച് കൊടുത്തു. ഇതിലൊക്കെ പിന്നെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കുറേ സാധനങ്ങൾ, അതൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ട് കാണിച്ചു തരാം.
ഓക്കെ, അപ്പോൾ ഇനിയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ഞാനൊരു ഹാമ്പർ ബോക്സ് എന്തൊക്കെ പോലത്തെ സംഭവം ഹാമ്പർ ബോക്സ് ആക്കിയിരുന്നായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരു വള്ളിയുണ്ട്. അപ്പോൾ ഇത് ക്യൂട്ടായിട്ടുള്ളൊരു ഹാമ്പർ ബോക്സ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടുന്ന് കൊടുന്നപ്പോഴത്തേക്ക് ചമ്മന്തി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇപ്പം അതിങ്ങനെ ഇരിക്കുന്നത് ഈ ഒരു കാലത്തിൽ. പിന്നെ ടിഷ്യൂ പേപ്പറിന് മറ്റേ സംഭവത്തിൽ വേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് മറ്റേ ലൈറ്റ് തന്നെയാണ് കേട്ടോ. സംഭവം മറ്റേ ലൈറ്റ് തന്നെയാണ്, ശരിക്കും നീക്കാതെ കൊണ്ടാണ് കേട്ടോ അത്. ഓക്കെ, ഇതേ ആ ലൈറ്റ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബട്ടർഫ്ലൈസ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. ഇത് പിന്നെ ഒരു ചാനൽ കണ്ടിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഹാമ്പർ ബോക്സ്, കുട്ടി ഹാമ്പറായിട്ടുള്ള സംഭവമായിട്ട് അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ വീഡിയോ എടുത്തത് പോയി ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി വേണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഇടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്, എനിക്ക് കളയാൻ തോന്നിയില്ല, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറേ സാധനങ്ങളില്ല, അതിൻ്റെ കൂട്ടത്തിൽ അതുകൂടി ഇരുന്നോട്ടെ എന്നുള്ള രീതി ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അത് വെച്ച് കൊടുത്തു. ഇതിൽ കുറച്ച് പെയിൻറ്റിൻ്റെ ഇതും കണ്ടോ ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ പണി എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ പൊട്ട സാധനങ്ങൾ ഞാൻ ഇതുപോലെ സൂക്ഷിച്ച് വെക്കും. കാരണം എന്തെങ്കിലും ഈ സൂക്ഷിച്ച് വെച്ച സാധനങ്ങൾ എനിക്ക് കൂടുതലും ആവശ്യം വരലില്ല, എന്നാൽ കുറച്ച് ആവശ്യം വരലുണ്ട്. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇത് ഞാൻ എത്ര വട്ടം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. അത്രയും തോനെ വട്ടം ഞാൻ ഈ ഒരു ബുക്ക് കാണിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ റിബൺ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മൾ ഫ്ലവർ ഇതിൽ വെക്കാനായിട്ടുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ഇതേ ടെഡി ബിയർ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ നമ്മളെ ബണ്ണുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ബണ്ണൊക്കെ എനിക്ക് തരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇതുപോലെ പൊട്ടി വരുന്നതാണ് കേട്ടോ ഓൾറെഡി. അത് അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ പൊട്ടി വരും, ഡബിൾ ഡോക്കി പോലത്തെ ബണ്ണുകളാകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ടെഡി ബിയർ കണ്ടോ, മറ്റേ ഈ ചെറിയൊക്കെ ഡ്രസ്സിലൊക്കെ ഉള്ളത്. പിന്നെ പേർപ്പിളും വൈറ്റും പിന്നെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു, പിങ്കും എല്ലാ കളേഴ്സിലും വരുന്ന ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ ഇതേം നമ്മുടെ ഒരു കീ ചെയിൻ, ഇതെന്താണ് ഇത് കീ ചെയിൻ്റെ ഒരു സംഭവം കേട്ടോ. ഇത് കീ ചെയിൻ ഉണ്ട്, ഇതൊക്കെ ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് കേട്ടതേ. ബാക്കിലൊരു ബോയും മുമ്പിലൊരു സംഭവമായിട്ട് നല്ലൊരു സ്കിഷി പോലത്തെ സംഭവമാണ്. സൗണ്ടില്ല ഗൈസ്, ഇതാണ് ഉണ്ടാക്കി തരാം. സൗണ്ട് ഉണ്ട്, രസമുണ്ട്. പിന്നെ ഇതേ മൈ ഫേവറേറ്റ് നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ബുക്ക് ഉണ്ടാക്കിയത് ഞാൻ പണ്ടുണ്ടായിരുന്നു. ആ ഒരു ബുക്കിൻ്റെ സംഭവമായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബുക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ നമ്മളിത് വേറൊരു സ്റ്റാമ്പ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇട്ടത്. എന്നിട്ട് പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് ഒതുക്കിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒക്കെ ഒതുക്കി അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതുപോലെ ഞാൻ A4 ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.